പാഠം 125. കടക്കണ്ണിൽ കമലദളം. സർ, ഒരു ജാതി സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ കൊടുത്തിട്ട് 2 ആഴ്ചയായി. ഇതുവരെയായിട്ട് അത് കിട്ടിയില്ല. താങ്കൊണ്ട് കേസ് കൊടുക്ക്. അതല്ല സർ, കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്ന് സഹായിക്കണം. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാനൊരാൾ വിചാരിച്ചാൽ എന്തൊക്കെ ചെയ്യാനാ പറ്റുന്നേ? സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ദ്രൗപദി സാർ ഉണ്ടായിരുന്നത് സ്ഥലം മാറിപ്പോയിട്ട് മാസം 2 ആയി. അവര് ചെയ്യേണ്ട ജോലി ഇപ്പൊ ഞാനാ ചെയ്യുന്നേ. അപ്പൊ കുറച്ച് താമസിച്ചെന്നൊക്കെ വരും. അല്ല സാറേ, അത് താനൊന്നും പറയണ്ട. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ദാ അവിടെ വില്ലേജ് ഓഫീസർ ഉണ്ട്, അവിടെ പോയി പറ. പക്ഷേ വില്ലേജ് ഓഫീസർ അല്ല, റവന്യൂ മന്ത്രി വിചാരിച്ചാലും 1 മാസത്തിനുള്ളിൽ തന്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. പ്രൊഫസറെ അറിഞ്ഞോ? ആഹാ, കാര്യങ്ങൾ അറിഞ്ഞോ? പുതിയ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ നിയമിച്ചു. താലൂക്കിലെ സഹദേവനാ പറഞ്ഞത്. ഗവൺമെന്റ് ഓർഡർ ഇന്നലെ ഇറങ്ങി. ഓ ഈശ്വര, രക്ഷപ്പെട്ടു. ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് ഗുസ്തി പിടിച്ച് തുടങ്ങിയിട്ട് മാസം 2 ആയി. ഓ, ഇനിയെങ്കിലും എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ. എന്ന് പറയാൻ പറ്റില്ല. വരുന്ന കക്ഷി ആരാന്നറിയാത്തോണ്ടാ പ്രൊഫസർ ഇങ്ങനെ പറയുന്നത്. ആരാ വരുന്നത്? കുന്നത്തൂർ വില്ലേജിലെ UD ക്ലർക്ക് കാഞ്ചന. കാഞ്ചനയോ? സാറിനറിയില്ല. സാറ് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആളിനെ എനിക്കറിയാം. വരുന്നത് കാഞ്ചനയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. പ്രൊഫസർ കണ്ടോ? എന്ത് നടക്കാൻ? വരുന്നയാൾ വെറും ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസറായി ഞാനിവിടെ ഉള്ളപ്പോൾ ഒരു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ എന്ത് നടത്താനാ? സാറേ, സാറിന് കാഞ്ചന സാറിനെ അറിയാത്തതുകൊണ്ടാ സാർ ഈ പറയുന്നു. ആളെ ജഗജില്ല, ചെറുപ്പക്കാരിയാ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിലെ വലിയ സാറന്മാർക്ക് കാഞ്ചന സാറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതെന്ത് ഇഷ്ടം? സാറിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സാറേ, സർവീസിൽ കയറിയ ദിവസം തൊട്ട് ഈ കാഞ്ചന സാർ ഒരു കുഴപ്പക്കാരിയാ. വലിയ പുലികളായ സാറന്മാരെ ഉള്ളം കയ്യിലിട്ട് വട്ടം കറക്കുന്നതേ അവർക്കൊരു ഹോബിയാ. സാറിനറിയാലോ, നമ്മുടെ തലക്കുളം വില്ലേജ് ഓഫീസില് കുറച്ചു കാലം ഇവളൊരു LDC ആയിരുന്നു. അക്കാലത്ത് ആ വില്ലേജ് ഓഫീസിലെ രാമേഷ സാറുമായിട്ട് ചെറിയ പ്രേമത്തിലായി. പാവൻ രാമേഷ സാറ്, അങ്ങേർക്ക് ഭാര്യ 3 കുട്ടികളുള്ളതാ. ഇവള് സാറിനെ വട്ടം കറക്കി സാറിന്റെ കയ്യിലിരുന്ന കാശ് മുഴുവനും അടിച്ചെടുത്തു. സഹിയിട്ടപ്പോ സാറിന്റെ ഭാര്യ സാറിനെ ഉപേക്ഷിച്ച് അവരവരുടെ പാട്ടിന് പോയി. അതോടെ ഇവൾ അവിടെ നിന്ന് കോലഞ്ചേരി തഹസിൽദാരെ സ്വാധീനിച്ച് സ്ഥലം മാറ്റം വാങ്ങി മുങ്ങി. രാമകൃഷ്ണൻ സാർ ഇപ്പോഴും ഗതികിട്ട പ്രേതം പോലെ തലക്കളത്തൂടെ ചെമ്പരത്തിപ്പൂവും വെച്ച് നടക്കുക. അന്നത്തെ കോലഞ്ചേരി തഹസിൽദാർ പത്രോ സാറ് കല്യാണം കഴിക്കാത്ത ആളായിരുന്നു. ഭയങ്കര മതവിശ്വാസിയായിരുന്നു. ഈ കാഞ്ചന പത്രോ സാറിന്റെ കൂടെ അങ്ങ് കൂടി. മതന്മാര് ക്രിസ്ത്യാനി ആവാമെന്നും സാറിനെ കല്യാണം കഴിക്കാമെന്നും പറഞ്ഞു പറ്റിച്ചു. അങ്ങനെ 2 കൊല്ലം. ആ 2 കൊല്ലം കൊണ്ട് ഇവള് താലൂക്ക് ഓഫീസിൽ വാങ്ങിയ കൈക്കൂലിക്ക് ഒരു കണക്കുമില്ല. താലൂക്ക് ഓഫീസറെ സ്വന്തം ആളല്ലേ, ആരെ പേടിക്കാൻ? ഒടുവിൽ സംഗതി പറ്റിപ്പാണെന്ന് പത്രോ സാറിന് മനസ്സിലായി. ഇവളെ ഒതുക്കാൻ ആലോചിച്ചപ്പോഴേ ഇവള് പത്രോ സാറിനെതിരെ കേസ് കൊടുത്തു. ജോലി സ്ഥലത്തെ പീഡനത്തിന്റെ പേര് പറഞ്ഞു. സാറകത്ത് പോയി, ജോലിയും പോയി, സബ് ജയിലിൽ കിടന്ന് ആള് ചത്തും പോയി. ഇപ്പോ നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറിന്റെ ആളായി കാഞ്ചന. ഓഹോ, ഞാനൊരു 2-3 വട്ടം രാജേന്ദ്ര സാറിന്റെ വീടിന്റെ പരിസരത്ത് വെച്ച് അവളെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സത്യമാണോ ശിശുപാല? പിന്നല്ലാതെ. അവളെ സൂക്ഷിക്കണം സാർ. ഇവിടെ വന്നാൽ അവള് സാറിനെ വളയ്ക്കാൻ നോക്കുന്നുള്ള കാര്യം ഉറപ്പാ. അവള് വളയ്ക്കാൻ വരട്ടെ, അവളെ ഞാൻ ഓടിക്കും. സാർ ഇതൊന്നും തമാശയായിട്ട് എടുക്കരുത്. അവൾ ആരാ മോളെന്ന് സാറിന് അറിയാൻ വയ്യാത്തോണ്ടാ. പിന്നെ പറഞ്ഞു വരുമ്പോ രാമേഷ സാറിനെക്കാളും പത്രോ സാറിനെക്കാളും രാജേന്ദ്ര സാറിനെക്കാളും ചെറുപ്പം ആ സാറ്. കാഴ്ചയിൽ ഒരു സുന്ദരനും. അവള് വളയ്ക്കാൻ നോക്കൂ സാറേ. സാറ് നോക്കിയും കണ്ടുമൊക്കെ നിന്നാ മതി.
അവരുടെ പേരെന്തെന്നാ പറഞ്ഞത്? കാഞ്ചന. ഭാമേ, ഇതുവരെ ഷർട്ട് വെച്ച് കഴിഞ്ഞില്ലേ? മണി എത്രയെന്നറിയാമോ? മണി 9:15. സാധാരണ 9:30 മോഹനോട് ഇറങ്ങുന്നത്. ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട കാര്യമുണ്ട്. അത് ഞാൻ ഇന്നലെ രാത്രിയെ പറഞ്ഞതാ. ഓ, പുതിയ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ വരുന്ന ദിവസമല്ലേ? കാഞ്ചനയെ കാണാൻ കൊതിയായിട്ട് വയ്യായിരിക്കും. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കാം ഒരേ ഇളക്കം. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്ത് കണ്ടിട്ടില്ല? ഈ ഇളക്കം എങ്ങനെ ഇളകാതിരിക്കും? ശിശുപാലൻ ചേട്ടൻ കാഞ്ചനയെ പറ്റി പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ട് വില്ലേജ് ഓഫീസർക്ക് ഇരിപ്പുറയ്ക്കുന്നുണ്ടാവില്ല. മറ്റുള്ളവരുടെ അടുത്ത് അവൾ ഇറക്കിയ അഭ്യാസം കൊണ്ട് എന്റെ അടുത്ത് വരട്ടെ, ശരിയായി കൊടുക്കും ഞാൻ. ഇതൊക്കെ എല്ലാ ആണുങ്ങളും പറയുന്നതാ. പക്ഷെ പെണ്ണിനെ കാണുമ്പോ നിങ്ങളുടെയൊക്കെ മട്ടു മാറില്ലേ? പറഞ്ഞു കേട്ടിടത്തോളം കാഞ്ചനയാള് മിടുക്കിയ. തലക്കളം വില്ലേജ് ഓഫീസറുടെ ഭാര്യയുടെ ഗതി എനിക്ക് വരാതിരുന്നാ മതിയായിരുന്നേ. ഇത്രയും കാലവും എന്റെ ഓഫീസിൽ 2 പെൺകുട്ടികളുണ്ടായിരുന്നല്ലോ, സ്വയംപ്രഭയും ദ്രൗപദിയും. ഞാൻ അവരോട് എന്ത് മാന്യമായിട്ടാണ് പെരുമാറിയതെന്ന് നീ അവരെ വിളിച്ച് ചോദിച്ചു നോക്ക്. അത് ദ്രൗപദി സ്വയംപ്രഭ, ഇത് കാഞ്ചന. ഇവിടെ 2 കൽപ്പിച്ച് നടക്കുകയല്ലേ? ഭാര്യയും 3 മക്കളും ഉണ്ടായിരുന്ന രാമകൃഷ്ണ സാറിനെയും 50 വയസ്സ് കഴിഞ്ഞ പത്രോ സാറിനെയും വളച്ചവൾ ഇനി മോഹനകൃഷ്ണ സാറിനെ വെറുതെ വിടുവോ? ആള് ചെറുപ്പം, കാണാനും സുന്ദരൻ, പിന്നെ അലക്കി തേച്ച വടി പോലെ ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആരാണേലും വീണ് പോവില്ലേ? പറയുമ്പോ മോഹനകൃഷ്ണ സാർ വലിയ മാന്യനാ. പക്ഷെ അതെന്തുകൊണ്ടാ? കാഞ്ചനയെ പോലുള്ള പെണ്ണുങ്ങൾ ഇതുവരെ സാറിന്റെ മുന്നിൽ വന്ന് പെട്ടിട്ടില്ലാത്തതുകൊണ്ട്. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. എന്റെ ഈശ്വരാ, എന്റെ മോഹനത്തെ വഴിതെറ്റി പോകാതിരിക്കാൻ കാത്തോളണേ. മതി, മതി. അയ്യോ, തേച്ചു കഴിഞ്ഞില്ല. ഇത്രയും മതി. ഇനിയും ഇത് നിന്നെ തേക്കാൻ സമ്മതിച്ചാൽ നിന്റെ വായിരിക്കണം മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അതെന്താ ചുളിക്കുന്നേ? വടി പോലെ ഞാൻ ഷട്ടിലുകൊണ്ട് പോണല്ലേ നിനക്ക് കുഴപ്പം? തരുന്നല്ലോ. ഇനിയിപ്പോ ഷർട്ട് നന്നായി തേച്ചിട്ടുണ്ട് പോയെന്ന് പറഞ്ഞ പരാതി വേണ്ടല്ലോ. കാഞ്ചനെ പേടിച്ചിട്ട് അന്യമാർക്ക് ജീവിക്കാൻ വയ്യാതായല്ലോ. ആരാ അവള്? പ്രൊഫസറെ, ഇത് വന്നേ. വരുന്നത് ആ സാധനം. ഇവള് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിട്ട് വന്നതാണോ സിനിമയിൽ അഭിനയിക്കാൻ വന്നതാണോ? പ്രൊഫസർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ഇവളുടെ മട്ടും ഭാവവും കണ്ടിട്ട് മോഹനകൃഷ്ണ സാറിന് ജോലിയാവുന്നാ തോന്നുന്നേ. നമസ്കാരം സാർ. നമസ്കാരം. ശിശുപാലൻ ചേട്ടൻ അല്ലേ? അതെ സാർ. സ്വയംപ്രഭ LDC. അതെ സാർ. അല്ല, മോഹനകൃഷ്ണൻ സാർ വന്നില്ലേ? സാർ വന്നില്ല, ഇപ്പൊ വരും. ഇന്ന് ജോയിൻ ചെയ്യണ ദിവസമായോണ്ട് 9:30 വരണമെന്ന് ശിശുപാലൻ ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മോഹനകൃഷ്ണൻ സാർ ഇവിടെ കാണുമെന്ന്. സാറ് വരാനിരുന്നതാ. അപ്പൊ രാവിലെ എന്തോ പെട്ടെന്നൊരു അസൗകര്യം. ഉടനെ വരുമെന്ന് പറഞ്ഞു. സാർ വന്നാട്ടെ. ആഹാ, എന്താ ഉദ്ദേശം? കുറെ നേരമായല്ലോ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നു. ഇങ്ങനൊരു മുടിചീകല് ഞാൻ കണ്ടിട്ടില്ലേ. വില്ലേജ് ഓഫീസറുടെ ഒരുക്കം കണ്ടിട്ട് കാഞ്ചനയും കൊണ്ട് ഇന്ന് തന്നെ നാട് വിടുന്ന ലക്ഷണമാണല്ലോ. എന്ത് ഭാമേ? സാധാരണ
സാധാരണ മുടി ചീവാൻ 1.5 മിനിറ്റേ മോഹനായിട്ട് എടുക്കാറുള്ളൂ. ഇതിപ്പോ 10 മിനിറ്റ് കൂടുതലായല്ലോ. അയ്യോ, നിർത്തണ്ട. ഇനിയിപ്പോ മുടി ചീവലിന്റെ ഭംഗി പോരാഞ്ഞ് കാഞ്ചനയ്ക്ക് വിഷമാവണ്ട. ഇതെന്താ കാണിക്കുന്നത്? കണ്ടില്ലേ, മുടി ചീകാതെ പോകാനും മോഹനിഷ് അറിയാം. ഒരു ദിവസം മുടി ചീകില്ലെന്ന് കരുതി ആകാശം ഇടിഞ്ഞു വീഴുന്നില്ല. ഓ, അതില് വലിയ കാര്യമൊന്നുമില്ല. പോകുന്ന പോക്കിൽ മുടി ഇങ്ങനെ ചീകി ഒതുക്കാനാണോ പാട്? നിനക്ക് സംശയം നീ എന്റെ കൂടെ വാ. ഇത് വെച്ചോ. പെണ്ണുങ്ങളെല്ലാം ഒരുപോലെ, സത്യഭാമയായാലും കാഞ്ചനായാലും അഹങ്കാരികൾ. ഈ കോലത്ത് ചെന്നാൽ വില്ലേജ് ഓഫീസർ അവർ തിരിച്ചറിയുമോ?